ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അപ്പൂനെ കുളിപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ അപ്പൂനെ കുളിപ്പിച്ചത് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൂനെ കുളിപ്പിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അപ്പൂന് ഒരു 60 വയസ്സ് അല്ലേ, 60 ദിവസം, 60 വയസ്സല്ല 60 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ വാക്സിനേഷനിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പൂനെ നമ്മൾ കുളിപ്പിക്കാറുണ്ട്. ഇടയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും കേട്ടോ, നോട്ടിനെ കുളിപ്പിക്കണ ദിവസം. അപ്പോൾ സാറ്റർഡേ ആണ് ശരിക്കും നമ്മൾ നോട്ടിനെ കുളിപ്പിക്കാറ്. പിന്നെ അപ്പോൾ അപ്പൂനെയും ആ സാറ്റർഡേ കുളിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് അപ്പോൾ ഉണ്ടല്ല നമ്മുടെ മണ്ണിലൊക്കെ കിടന്നാകപ്പാടെ ഉരുണ്ട് എൻ്റെ ചെടിയൊക്കെ നശിപ്പിച്ച് അകപ്പാടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പൂനതേ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അപ്പൂന് നീന്തി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ അപ്പൂ വലുതായത് കാരണം പറ്റണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അപ്പൂന് വേറൊരു സാധനവും കൂടി മേടിക്കും. എന്നിട്ട് അതും കൂടി മേടിച്ചിട്ട് അതിൻ്റെ അകത്തായിരിക്കും ഞങ്ങൾ അപ്പൂനെ കുളിപ്പിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ അപ്പൂൻ്റെ കുളി നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അതേ നമ്മളിന്ന് നമ്മുടെ ഷിറ്റ്സു, അപ്പോൾ ഇവൻ്റെ പേര് അപ്പു എന്നാണ്, നമ്മുടെ അപ്പൂനെ ഇന്ന് കുളിപ്പിക്കാൻ പോയിരുന്നു. ഓക്കെ അപ്പോൾ റെഡിയാണോ? ഓക്കെ എന്നാൽ അപ്പോൾ അപ്പൂനെ കുളിപ്പിക്കാൻ പോയാണ് ഗൈസ്. അപ്പോഴത്തെ ഇതാണ് അവൻ്റെ ഷാമ്പു കേട്ടോ, ഷാമ്പു. ഓക്കെ, ഈ ഷാമ്പുവിൻ്റെ പേര് കാനിൻ ക്രൗൺ ഷാമ്പു. പപ്പി ഷാമ്പു എന്നാണ് എഴുതിയേക്കണം. പപ്പു അല്ലേ, പപ്പി ഷാമ്പു എന്നാണ് എഴുതിയേക്കണം. അപ്പോൾ ഈ പപ്പി ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വാനിലയാണ്. ഇതിൻ്റെ റേറ്റ് വന്നതൊന്നും കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മുക്കാൻ പോയാണ്. അവൻ്റെ സ്വിമ്മിംഗ് പൂൾ റെഡിയാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇട്ടു. അയ്യോ അപ്പോ പുറത്ത് പോകണം. അയ്യോ അപ്പൊ പുറത്ത് പോകാൻ നോക്കണേ. അയ്യോ എൻ്റെ അപ്പോ പുറത്ത് പോകാൻ നോക്കണേ. അപ്പൂനെ നമ്മളിത് ഇങ്ങനെയാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ അപ്പൂൻ്റെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുങ്ങളുടെ ചെവിയിലോ മൂക്കിലോ ഒന്നും നമ്മുടെ വെള്ളം പോകാൻ പാടില്ല. ഓക്കെ, ചില സമയത്ത് ഇതൊന്ന് വിറക്കും. ഈ വെള്ളത്തിൻ്റെ തണുപ്പ് കാരണം ഒന്ന് വിറക്കും. പക്ഷെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഷാമ്പു. ആ ഷാമ്പു ഇത് ഇങ്ങനെ ഓപ്പണാക്കാം. ഇങ്ങനെ ഓപ്പണാക്കിയിട്ട് അവനെ ഷാമ്പു തന്നെ ഇവിടെ ഷാമ്പു കഴിഞ്ഞില്ല. ഇതാണ് ഷാമ്പു കേട്ടോ. വെളുത്ത കളർ, വൈറ്റ് കളറിലാണ് അവൻ്റെ ഷാമ്പു. ക്ലിയർ ആണ്. ഓക്കെ, ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ മേലെ ഒന്ന് അപ്ലൈ ചെയ്യാം. കാണാൻ പറ്റുള്ളൂ. ഇതിനെ ചെറിയ വാഴയുടെ അത്ര ഉള്ളൂ. ഞാൻ വിചാരിച്ചത് ഇവൻ ഒച്ചപ്പാടും ബഹളമൊക്കെ എടുക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഒച്ചപ്പാടും ബഹളമൊന്നും എടുക്കുന്നില്ല. അവൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവണം. നീന്താൻ നല്ല കോപ്പറോട്ടാ. മലയ്ക്ക് വീടെടുക്കുന്നുണ്ട്. ഇപ്പോഴാ മനസ്സിലായ സ്കിൻ ഇത്ര ഉള്ളൂ. രോമം കാരണമാണ് താടി എന്നെ പോലെ തോന്നിയത്. രോമം തൊട്ടോട്ടെ. ഇത്ര ഉള്ളൂ അപ്പോ. തീർന്നു. അയ്യോ ഇപ്പൊ അപ്പൂനെ കാണാൻ ഭംഗി പറ്റിയ ഉണ്ണി ബാബാ പൊന്നുണ്ണി ബാബാ. ഗൈസ്, അപ്പോഴത്തേ നമ്മൾ അവനെ കുളിപ്പിച്ച് ഇപ്പോൾ തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രൊഫഷണലായിട്ട് ഇതൊന്നും അറിയാൻ പാടില്ല. പക്ഷേ നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ ക്ലീനാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വർക്കിംഗ് ഡ്രസ്സിലാണ്. ഇപ്പോൾ നോട്ടിനെ കുളിപ്പിച്ച് കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവനെയും കൂടി കുളിപ്പിച്ച് നല്ല സ്റ്റൈലാക്കിയിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. ഇവനെ പുറത്തൊക്കെ ഓടി കിടക്കും. മണ്ണിൽ പോയി ഉരുണ്ടു. പപ്പയുടെ ചെടിയൊക്കെ കടിക്കാൻ തുടങ്ങിയ ഗൈസ്. അപ്പോഴേ നമ്മൾ ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് അവൻ്റെ ഇത് ഡ്രൈ ആക്കണം കേട്ടോ. ഹെയർ
അപ്പു അപ്പക്കുട്ടാ അപ്പക്കുട്ടാ അപ്പക്കുട്ടാ. മുടിയൊക്കെ ഇരണം അല്ലേ? അപ്പൂനെ ഞങ്ങൾ ക്ലീൻ ആക്കി. എന്നിട്ടാണ് ഇവിടെ വരുന്നു മറന്നല്ല. അതെ നോക്കി അപ്പു ഈടി എടു ആരെയൊക്കെ ഓർക്കണല്ലേ. അപ്പു കയ്യൊക്കെ വെച്ചിട്ട് അപ്പു കാണുമ്പോ നല്ല രസമാണ്. എടാ അപ്പു നോക്ക് എടാ നാണക്കാരൻ അപ്പു. വെള്ളത്തിൽ എത്ര പ്രശ്നം ഉണ്ടായില്ല ആദ്യം. അപ്പു ഞാൻ രാത്രി ഹാപ്പി വാലന്റൈൻസ് ഡേ. സോറി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വാലന്റൈൻസ് ഡേ. അന്നപ്പോ നിങ്ങൾ ഇങ്ങനെ നിന്നിട്ട് നടുക്കൊരാള് നിന്നിട്ട് മേരി ഇങ്ങനെ പറയുമ്പോഴല്ലേ മേരി ചെയ്ത് കടിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫുള്ളി ഡ്രൈഡായി മമ്മി. ചുഞ്ചരനായില്ല ഇനി മറ്റേ മുകളിൽ മറ്റേ സാധനം കുത്തിവെച്ച കത്ത്. ആ ക്ലിപ്പ് എടുത്തിട്ട് തന്നെ Hey, see? മമ്മിയുടെ എല്ലാ കോപ്രായത് കാണുന്നുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അപ്പൂൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പു നല്ല ഫ്രഷായി. കുളി കഴിയുമ്പോണ്ടല്ല, നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഹീറ്ററൊക്കെ വെച്ചിട്ട് ഇതുങ്ങളുടെ രോമമൊക്കെ ഒന്ന് ക്ലീനാക്കി അത് ഡ്രൈ ആക്കി കഴിയുമ്പോണ്ടല്ലോ ഒന്നും കൂടി സ്മൂത്ത് ആവും കേട്ടോ. നല്ല സുഖമുണ്ട് നിങ്ങളുടെ രോമം. അപ്പോൾ അത് നമ്മുടെ അപ്പു ദേ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അപ്പൂനെ നമ്മൾ എന്താണ് അതങ്ങനെ ചെയ്തേക്കണ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അപ്പൂൻ്റെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പൂൻ്റെ ഷാമ്പൂ, അപ്പൂൻ്റെ ഐറ്റംസൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോസിൽ വരാം. ഓക്കെ, താങ്ക് യു.